സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. സങ്കീർത്തനം 14 7 തിരുവചനം. സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 14 സങ്കീർത്തനം 7 തിരുവചനത്തിൽ ഒരു പ്രതീക്ഷയും ഒരു പ്രത്യാശയുമാണ് നാം കാണുന്നത്. ആ പ്രതീക്ഷയും പ്രത്യാശയും സിയോനിൽ നിന്ന് അഥവാ സ്വർഗത്തിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വന്നെങ്കിൽ എന്നുള്ളതാണ്. ഇത് ദാവീദ് രാജാവിൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു, ഒരു പ്രത്യാശയായിരുന്നു. രക്ഷ പ്രാപിച്ച അഥവാ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവപൈതലിൻ്റെയും പ്രാർത്ഥനയും ആഗ്രഹവും ഇത് തന്നെയാണ്. അഥവാ നാം അധിവസിക്കുന്ന ഈ മുഴു പ്രപഞ്ചത്തിലെ സകല ജാതി ജനങ്ങൾക്കും രക്ഷ വരണം, അഥവാ അവർ രക്ഷ പ്രാപിക്കണമെന്ന് ഉള്ളത്. പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ്. അവർ രക്ഷിക്കപ്പെടണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടിയുള്ള എൻ്റെ നിരന്തര പ്രാർത്ഥനയുമെന്ന് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ കുറിച്ചു. സിയോനിൽ നിന്ന് അഥവാ സ്വർഗത്തിൽ നിന്ന് ഇസ്രായേലിന് മാത്രമല്ല, ഈ മുഴു പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന സകല ജാതി ജനങ്ങൾക്കും രക്ഷ വരണം. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കുവാനുള്ള ഒരു സത്യം, ഇത് ദാവീദ് രാജാവിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയുമായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിലെ സകലജാതി ജനങ്ങൾക്കും വേണ്ടി ദൈവം രക്ഷ അയച്ചു എന്നുള്ളതാണ്. ഈ സത്യം നാം മനസ്സിലാക്കാതെ പോകാൻ പാടില്ല. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ വസിച്ചിരുന്ന ദൈവം ഈ ഭൂമിയിലെ സകല ജാതി ജനങ്ങളും, ദൈവം സൃഷ്ടിച്ച സകല ജാതി ജനങ്ങളും രക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ, മോക്ഷം പ്രാപിക്കുവാൻ, അഥവാ നിത്യജീവൻ എന്ന സ്വർഗഭാഗ്യം പ്രാപിക്കുവാൻ അവിടുന്ന് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആ ദൈവപുത്രൻ്റെ പരമ പാപ പരിഹാര ബലി അത് നിമിത്തം, അഥവാ ക്രൂശിലെ ബലി നിമിത്തം മനുഷ്യ പാപ പരിഹാരത്തിന് മാർഗമൊരുങ്ങി. അതുകൊണ്ട് തന്നെ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ വന്നിരിക്കുകയാണ്, രക്ഷ ലഭിച്ചിരിക്കുകയാണ്. കേവലം ലളിതമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഒരു വിശ്വാസം മാത്രമാണ് രക്ഷയ്ക്കായി ദൈവം മർത്യനോട് ചോദിക്കുന്നത്. ഈ വചനത്തിൽ രണ്ടാമതായി നാം കാണുന്നത് യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും എന്നുള്ളതാണ്. ദൈവം ഓരോരുത്തരുടെയും അവസ്ഥകൾക്ക്, സ്ഥിതിക്ക് മാറ്റം വരുത്തും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷവും ആനന്ദമൊക്കെ ലഭിക്കുന്നതെന്നാണ് അവസാനമായി ഈ വചനം പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അനേകരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തിയതായി നാം കാണാം. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മോശയുടെയും ദാവീദിൻ്റെയും, അതുപോലെ ഇസ്രായേൽ ജനത്തിൻ്റെ ഒക്കെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. സത്യത്തിൽ ദൈവം നമ്മുടെയും സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ എന്താണ് നാം ചെയ്യേണ്ടത്?
ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുൻപ് ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ നാം ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി കാക്ഷിക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുക. ആമേൻ.